മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. മിനിസ്റ്റർ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു പക്ഷേ അവിടെ ആവശ്യമായ മുന്നറിയിപ്പുകളൊക്കെ ഉന്നതിയിലെ വീട്ടുകാർക്ക് നൽകിയിരുന്നു. അവർ മാറി താമസിച്ചതുമാണ്. പക്ഷേ മഴയില്ല, അങ്ങനെ ഒരു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ആ വീട്ടുകാർ മാത്രം ഒന്ന് വന്നതാണ്. അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്നത് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ആ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ചിരുന്നു. നമ്മുടെ ഭാഗത്ത്, അധികൃതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ച ഈ അപകടത്തിന് പിറകിൽ സംഭവിച്ചിട്ടുണ്ടോ? വളരെ വേദനാജനകമാണ്. ഞങ്ങളൊക്കെ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് അപകട സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ആവശ്യം വേണ്ടത്. അതിന് ഒഴിഞ്ഞു മാറാൻ അല്പ വൈഷമ്യം കാണിച്ചവരെ പോലും നിർബന്ധിച്ച് അവിടെ നിന്ന് മാറുന്നതിനുള്ള നടപടിയാണ് അതിന്റെ സ്വീകരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. ആ നിലയിൽ മാറി താമസിച്ചിടത്തുനിന്ന് ഇവര് വീണ്ടും പങ്കെടുക്കുമെന്ന് വരേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത്. തീർച്ചയായിട്ടും അത് വേദനാജനകം തന്നെയാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൾക്കാരാണെങ്കിലും ജാഗ്രത പുലർത്തേണ്ടതും ശ്രദ്ധിക്കണം എന്ന് പറയാൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അതിനോട് സഹകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ടതായിട്ടുള്ളത്. മിനിസ്റ്റർ, അതിനപ്പുറത്തേക്ക് ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു മനുഷ്യ നിർമ്മിത ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല സമയത്തുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പ്രകൃതി ഇങ്ങനെ കലിതുള്ളിയാടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ വരുത്തി വെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേശീയപാത മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? നേരത്തെ തന്നെ ഈ സ്ഥലത്തുണ്ടാകുന്ന മണ്ണിടിച്ചിൽ സാധ്യതയെ കുറിച്ചിട്ടുള്ള വിവരം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ മാറ്റി താമസിക്കാനായിട്ട് തയ്യാറായത്. അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രവർത്തനം നടക്കുമ്പോൾ നേരത്തെ കൂട്ടി അറിയാം എന്ന നിലയിൽ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളോട് സഹകരിക്കുക എന്നതൊരു ആവശ്യം തന്നെയാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ മതിയായ പരിശോധനയും കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുപക്ഷെ ആശങ്ക ഉയർത്തുന്നതെങ്കിൽ ഒരു കാര്യമായി പരിഗണിക്കാൻ എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിക്കാനൊക്കെ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. മിനിസ്റ്റർ, ഇപ്പോൾ ഈ വീട് തകർന്ന ആളുകളൊക്കെ ഉണ്ട്, അവരെങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിനെ സഹായിക്കാൻ പോകുന്നത്? അവരിപ്പോൾ മാറ്റി താമസിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ക്യാമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ KSCBയുടെ ക്വാർട്ടേഴ്സുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുമോ എന്ന് രാവിലെ തന്നെ പരിശോധിക്കാനായിട്ട് ഉള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും ADM-ഉം അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ എല്ലാവരും ഈ വെളുപ്പ് വരെ ഞങ്ങൾക്ക് 5-6 മണിയായപ്പോഴാണ് ഇവിടുന്ന് പിരിഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം അതിനോടകമായി തന്നെ അന്വേഷിക്കാനും മാത്രമല്ല റോഡ് ഇന്ന് രാവിലെ ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെതായ ഭാഗമെന്ന നിലയിൽ ജോയിന്റ് ആയി ഇൻസ്പെക്ഷൻ നടത്തി ഇനി ഇത്തരം സാധ്യതകൾക്ക് ഇട കൊടുക്കുന്ന നിർദ്ദേശമുണ്ടോ, സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇനി നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയേണ്ടത് എന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്.